ഹായ്. നമ്മളിൽ പലരും ബാങ്കിൽ ബൾക്കായിട്ടൊക്കെ ക്യാഷ് ഡെപ്പോസിറ്റ് ചെയ്യുന്ന ആളുകളാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇതിനൊക്കെ സോഴ്സ് കാണിക്കേണ്ടതായിട്ടുണ്ടോ? അല്ലെങ്കിൽ ഈ എമൗണ്ടിനൊക്കെ നിങ്ങൾ ടാക്സ് അടയ്ക്കേണ്ടതായിട്ട് വരുമോ? അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എത്ര രൂപയൊക്കെ ടാക്സ് അടയ്ക്കേണ്ടതായിട്ട് വരും? ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് നിങ്ങൾക്ക് ഇൻകം ടാക്സിൽ നിന്നൊക്കെ നോട്ടീസ് വരാനായിട്ട് സാധ്യതയുണ്ട്. ഇനിയിപ്പോൾ നോട്ടീസ് വന്നാൽ തന്നെ നിങ്ങൾ എത്ര രൂപ ടാക്സ് അടയ്ക്കേണ്ടതായിട്ട് വരും? അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇനി നോട്ടീസ് വരുന്നത് നിങ്ങൾക്ക് എങ്ങനെ ഒഴിവാക്കാനായിട്ട് സാധിക്കും? അപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് വളരെ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യുന്നത്. അതായത് ക്യാഷ് ഡെപ്പോസിറ്റ് അല്ലെങ്കിൽ അതിൻ്റെ സോഴ്സ്, ഇൻകം ടാക്സ് നോട്ടീസ്, ടാക്സ് അടയ്ക്കൽ ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് വളരെ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ഈ ക്യാഷ് ഡെപ്പോസിറ്റുമായി ബന്ധപ്പെട്ട് നമുക്ക് ആദ്യം ഒരു റിയൽ സ്റ്റോറി തന്നെ കാണാം. അതായത് നമ്മളുടെ ഓഫീസുമായിട്ട് ബന്ധപ്പെട്ട് ഓഫീസിലെ വാട്സപ്പ് നമ്പറിലേക്ക് കണക്ട് ചെയ്തുകൊണ്ട് ഒരാൾ വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അദ്ദേഹത്തിന് ഒരു നോട്ടീസ് വന്നു. അപ്പോൾ നോട്ടീസ് ഷെയർ ചെയ്തപ്പോൾ നമ്മൾ കണ്ടത് 50,00,000 രൂപയാണ് ക്യാഷ് ഡെപ്പോസിറ്റ് വന്നിരിക്കുന്നത് സേവിങ്സ് ബാങ്കിൽ കേട്ടോ. അപ്പോൾ അതിന് സോഴ്സ് കാണിച്ചുകൊണ്ട് ഇൻകം ടാക്സിൽ നിന്നും വന്നിരിക്കുന്ന ഒരു നോട്ടീസാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇതെന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു ബാക്ക്ഗ്രൗണ്ട് നോക്കിയപ്പോൾ ഇപ്പോൾ പലർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്. അതായത് ആളൊരു ലാൻഡ് ട്രാൻസാക്ഷൻ നടത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇപ്പോഴത്തെ ലാൻഡ് ട്രാൻസാക്ഷൻസിൽ എല്ലാം ഒരു ചെറിയ ഒരു എമൗണ്ട് അല്ലെന്നുണ്ടെങ്കിൽ ഒരു പോർഷൻ എപ്പോഴും ഒരു ക്യാഷ് എലമെൻറ്റ് വരാനായിട്ട് സാധ്യതയുണ്ട്. ഇത് ഡോക്യുമെൻറ്റിൽ കാണിക്കുന്നത് ചിലപ്പോൾ ഒരു എമൗണ്ട് ആയിരിക്കും, പക്ഷേ അതിൽ കൂടുതലുള്ളൊരു എമൗണ്ട് ആയിരിക്കും ചിലപ്പോൾ ഒറിജിനലി ഡീല് നടന്നിരിക്കുന്നത്. അപ്പോൾ ഈ കേസിൽ ഏകദേശം ഒരു 1.5 കോടിയുടെ ഒരു ഡീലായിരുന്നു നടന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ 1 കോടി രൂപയുടെ അടുത്തേക്കാണ് ഡോക്യുമെൻറ്റിൽ കാണിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ബാക്കി 50,00,000 രൂപ ഇയാൾക്ക് ക്യാഷ് ആയിട്ടാണ് കൈപ്പറ്റിയിട്ടുണ്ടായിരുന്നത്. ഇദ്ദേഹം എന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ക്യാഷ് സബ്സിക്വൻ്റലി നമുക്ക് നോർമലി ഇപ്പോൾ ഫിസിക്കൽ ക്യാഷ് നമുക്ക് മാനേജ് ചെയ്യാനായിട്ട് പാടാണല്ലോ. അപ്പോൾ സാധാരണ ആളുകൾ എന്താ ചെയ്യുക, നോർമലി ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഡീൽ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ക്യാഷ് കൊണ്ട് ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്യും. അപ്പോൾ ഇതൊരു 3-4 വർഷം മുമ്പ് നടന്ന കേസാണ് കേട്ടോ. അപ്പോൾ ഇയാൾ 50,00,000 രൂപ ബാങ്കിൽ ക്യാഷ് ആയിട്ട് ഡെപ്പോസിറ്റ് ചെയ്യുന്നു. വൈകാതെ തന്നെ ഇൻകം ടാക്സിൽ നിന്ന് നോട്ടീസ് വരുന്നു. അപ്പോൾ ഇതാണ് ഒരു റിയൽ സ്റ്റോറി. അപ്പോൾ സോഴ്സ് ചോദിച്ചിട്ട് കൊണ്ട് തന്നെയാണ് കേട്ടോ നോട്ടീസ് വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് എങ്ങനെയൊക്കെയാണ് ഈ ക്യാഷ് ഡെപ്പോസിറ്റിന് വരാൻ സാധ്യതയുള്ള ഒരു സെനാരിയോസ് എന്തൊക്കെയാണ് എന്ന് നമുക്കൊന്ന് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ഈ ക്യാഷ് ഡെപ്പോസിറ്റുമായിട്ട് ബന്ധപ്പെട്ടിട്ട് അതിൻ്റെ ഒരു സെനാരിയോ അതല്ലെങ്കിൽ ഇങ്ങനെ വരാനുള്ളൊരു റീസൺ ഒരു 90% സിറ്റുവേഷനിലും നമ്മൾ ഇനി പറയുന്ന കാര്യങ്ങളാണ്. അതിൽ ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ലാൻഡ് സെയിൽ തന്നെയാണ് കേട്ടോ. കാരണം ഓൾമോസ്റ്റ് എല്ലാ കേസിലും കണ്ടിരിക്കുന്നത് ഈ ലാൻഡ് സെയിലിൻ്റെ ഈ അൺറെക്കോർഡഡ് എമൗണ്ട്, അതായത് നമ്മൾ ഡോക്യുമെൻറ്റിൽ കാണിക്കാത്ത എമൗണ്ടാണ് പലപ്പോഴും ഇതുപോലെ ക്യാഷ് ഡെപ്പോസിറ്റായിട്ട് പരിണമിക്കാറുള്ളത്. ഇനി അടുത്ത ഒരു റീസൺ എന്ന് പറയുന്നത് ഒരു ഹുണ്ടി ട്രാൻസാക്ഷൻ. അതായത് പലപ്പോഴും നമ്മൾ ഒരു നോർത്ത് കേരളയിലൊക്കെ ഇപ്പോൾ ഒരു മലപ്പുറം തൊട്ട് കാസർഗോഡ് വരെയുള്ള ഒരു ഏരിയയിലൊക്കെയാണ് നമ്മൾ ഇങ്ങനത്തെ ട്രാൻസാക്ഷൻസ് കാണാറ്. അതായത് പലപ്പോഴും ചിലപ്പോൾ ഒരു ഹസ്ബൻഡ് ചിലപ്പോൾ ഗൾഫിലായിരിക്കും. അപ്പോൾ വൈഫിന് അദ്ദേഹം പൈസ അയച്ചു കൊടുക്കുന്നു. അപ്പോൾ NRI അക്കൗണ്ടൊന്നും പലപ്പോഴും ഉണ്ടായിരിക്കില്ല ഇവർക്ക്. അപ്പോൾ ഇവരെന്താ ചെയ്യുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ഒരു ഹവാല ട്രാൻസാക്ഷൻ, ഇത് ഹുണ്ടി എന്നൊക്കെ പറയില്ല, വളരെ കോമൺലി പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഹുണ്ടി എന്ന് പറയും. ഒരു പോളിഷ്ഡ് ആയിട്ടുള്ള ലാംഗ്വേജിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഹവാല എന്ന് പറയാം. അപ്പോൾ അതായത് അവിടെ അദ്ദേഹം അവിടെ ഗൾഫിൽ പൈസ അവിടെ ഏതെങ്കിലും ഒരു ഏജൻറ്റിൻ്റെ കയ്യിൽ കൊടുക്കുന്നു. ഇവിടെ നാട്ടിൽ ഈ ഏജൻറ്റ് വന്ന് വൈഫിൻ്റെ കയ്യിൽ ക്യാഷ് ആയിട്ട് ഫിസിക്കൽ ക്യാഷ് ആയിട്ട് കൊടുക്കുന്നു. അപ്പോൾ പലപ്പോഴും ഇത് ചിലപ്പോൾ ഒരു ബൾക്ക് എമൗണ്ട് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ എല്ലാ മാസവും 1,00,000 രൂപ അല്ലെങ്കിൽ 1.5 ലക്ഷം രൂപയ്ക്ക് ഇങ്ങനെ ക്യാഷ് ആയിട്ട് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ നോർമലി വീട്ടുകാരെന്ത് ചെയ്യും, ഈ പൈസ ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്യുന്നു. അപ്പോൾ ഇതും ഒരു വൺ ഓഫ് ദ റീസൺ ആണ്. അതായത് ഈ ഹവാല ഇടപാടുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഹുണ്ടി ട്രാൻസാക്ഷനുമായിട്ട് ബന്ധപ്പെട്ടിട്ട് നിങ്ങൾക്ക് നോട്ടീസ്, അതായത് ക്യാഷ് ഡെപ്പോസിറ്റ് വരാനായിട്ടും സബ്സിക്വൻ്റലി ഒരു നോട്ടീസ് വരാനായിട്ടും സാധ്യതകളുണ്ട്. മറ്റൊരു കാര്യമുള്ളത് ഒരു ബിസിനസ്സിൻ്റെ ഒരു ഇല്ലീഗൽ ട്രാൻസാക്ഷൻ. അതായത് നമ്മൾ പലപ്പോഴും കാസർഗോഡൊക്കെയാണ് ഇത് കണ്ടുവന്നിട്ടുള്ളത്. അതായത് നമുക്കൊരു മൊബൈൽ ഷോപ്പ് ആയിരിക്കും, ഒരു ബിസിനസ്സായിട്ട് ബന്ധപ്പെട്ടിട്ട് ഒരു മൊബൈൽ ഷോപ്പ് ഉണ്ട്. അപ്പോൾ പലപ്പോഴും അതിലൊരു മണി എക്സ്ചേഞ്ച് ഉണ്ടല്ലോ. അതായത് ഇപ്പോൾ ഇവിടെ കുറച്ച് ബംഗാളികൾ നാട്ടിലുണ്ട്. അപ്പോൾ അവർക്ക് നാട്ടിലേക്ക്, അതായത് അവരുടെ വെസ്റ്റ് ബംഗാളിലേക്ക് പൈസ അയക്കണം. അപ്പോൾ ഇദ്ദേഹം എന്താ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു 20,000 രൂപ ക്യാഷ് ആയിട്ട് കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇദ്ദേഹം ഈ ക്യാഷ് വാങ്ങിച്ച് കഴിഞ്ഞിട്ട് ഈ ബംഗാളിയുടെ അവിടെ നാട്ടിലുള്ള, അതായത് വെസ്റ്റ് ബംഗാളിലുള്ള അദ്ദേഹത്തിൻ്റെ വൈഫിൻ്റെ അക്കൗണ്ടിലേക്ക് ഗൂഗിൾ പേ ചെയ്ത് കൊടുക്കുന്നു. അപ്പോൾ അതിലൊരു 200 രൂപയൊക്കെ ചിലപ്പോൾ കമ്മീഷനായിട്ട് ചാർജ് ചെയ്യും. അപ്പോൾ ഇത് ഒരു ഇല്ലീഗൽ ആയിട്ടുള്ളൊരു മണി ട്രാൻസ്ഫർ ബിസിനസ്. ഇത് പലപ്പോഴും കേരളത്തിൽ പല സ്ഥലത്തും ചെയ്യുന്നൊരു കാര്യമാണ്. അപ്പോൾ ഇവരുടെ കയ്യിൽ വരുന്ന ക്യാഷ് ഡെപ്പോസിറ്റ് എന്ന് പറയുന്നത്, അതായത് ഈ ഒരു മൊബൈൽ കടയിലോ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ഒരു കടയിലാണ് ഇത് കൊണ്ട് കൊടുക്കുന്നത്. അപ്പോൾ ഇവരുടെ കയ്യിൽ ചിലപ്പോൾ ഒരു ദിവസം ചിലപ്പോൾ 1 ലക്ഷം 1.5 ലക്ഷം ഒക്കെ ക്യാഷ് വരും. സബ്സിക്വൻ്റ്ലി ഇവർക്ക് പൈസ അയച്ചു കൊടുക്കണമല്ലോ. അപ്പോൾ ഇവർ നോർമലി ഈ ക്യാഷ് സേവിങ്സ് അക്കൗണ്ടിൽ ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്യുന്നു. അപ്പോൾ ഇതും ഒരു റീസൺ ആയിട്ട് കാണാറുണ്ട് ക്യാഷ് ഡെപ്പോസിറ്റിന്. ഈ ബിസിനസ്സുമായിട്ട് ബന്ധപ്പെട്ടിട്ട് മറ്റൊരു കാര്യം കണ്ടുവരുന്നത് ഇപ്പോൾ എറണാകുളത്ത് പെരുമ്പാവൂരൊക്കെ വളരെ കണ്ടിട്ടുള്ള ഒരു കാര്യമാണ്. അതായത് നമ്മളുടെ ഒരു ബിസിനസ്സിലെ സെയിൽസ് അല്ലെങ്കിൽ ഒരു പർച്ചേസായിട്ട് ബന്ധപ്പെട്ടിട്ട് കറക്റ്റ് എമൗണ്ട് ആയിരിക്കില്ല ഇവർ ഇൻവോയ്സിൽ കാണിക്കുക. അതായത് ഇപ്പോൾ ശരിക്കൊരു ഡീൽ നടക്കുന്നത്, ഒരു പർച്ചേസോ സെയിലോ നടക്കുന്നത് ചിലപ്പോൾ 10 ലക്ഷം രൂപയ്ക്കായിരിക്കും. പക്ഷേ ഇവർ GST ഇൻവോയ്സൊക്കെ കാണിച്ചിട്ടുണ്ടാവുക 3 ലക്ഷമോ അല്ലെങ്കിൽ 4 ലക്ഷമോ ഒക്കെ ആയിരിക്കും. അപ്പോൾ ഈ ബാലൻസ് വരുന്ന പൈസ 5-6 ലക്ഷം രൂപ ഇവർ ഒരു സെക്കൻഡ് ഇതായിട്ട്, അതായത് ഒരു ക്യാഷായിട്ട് ഡീൽ ചെയ്യുന്നു. അപ്പോൾ ഏതെങ്കിലും ഒരു ഏജൻറ്റിൻ്റെ അടുത്ത് കൊടുത്തിട്ട് ഈ ക്യാഷ് അയാളുടെ അക്കൗണ്ടിലേക്ക് ക്യാഷായിട്ട് ഡെപ്പോസിറ്റ് ചെയ്യുന്നു.
ചെയ്യുന്നു. അപ്പോൾ ഈ ഏജൻറ്റ് ഈ പൈസ വിഡ്രോ ചെയ്തിട്ട് ഇതിൻ്റെ ഒറിജിനൽ ഓണർക്ക് കൊടുക്കുന്നു. അപ്പോൾ അവസാനം പെട്ടുപോകുന്നത് ഈ ഏജൻറ്റാണ്. ഇതുപോലെ നമുക്ക് പെരുമ്പാവൂരിൽ നിന്ന് ഒരു ഏജൻറ്റ് നമ്മളുടെ അടുത്ത് വന്നിട്ടുണ്ടായിരുന്നു. ഏകദേശം ഒരു 2.5 കോടി 3 കോടി രൂപയുടെ അടുത്താണ് ക്യാഷ് ഡെപ്പോസിറ്റ് വന്നിട്ടുണ്ടായിരുന്ന ആളുടെ അക്കൗണ്ടിൽ ഇൻകം ടാക്സിൻ്റെ നോട്ടീസ് വന്നിട്ടാണ് വന്നത്. അപ്പോൾ ഇതുപോലെയുള്ള ട്രാൻസാക്ഷൻസും നമ്മൾ കാണാറുണ്ട്. പിന്നെ ബിസിനസ്സുമായിട്ട് ബന്ധപ്പെട്ടിട്ട് വേറൊരു കാര്യം കാണാറുള്ളത്, ഇപ്പോൾ ഈ ഒരു കോൺട്രാക്ട് ബിസിനസ് ഉണ്ടെന്ന് വിചാരിക്കും. അതായത് ഇപ്പോൾ ബിൽഡിംഗ് ഒക്കെ പണിയുന്ന ഒരു കോൺട്രാക്ടർ ഉണ്ട്. അപ്പോൾ ഇവർക്കും പലപ്പോഴും പൈസ ക്യാഷ് ആയിട്ടാണ് ഇപ്പോൾ ക്ലയൻറ്റിൻ്റെ കയ്യിൽ നിന്ന് കിട്ടുക. അപ്പോൾ വീട് പണിയുടെ ആളുകളുടെ കയ്യിൽ നിന്ന് പൈസ പലപ്പോഴും ക്യാഷ് ആയിട്ടൊക്കെ ആയിരിക്കും കിട്ടുക. അപ്പോൾ ഇതിലെ ഒരു എക്സ്പെൻസ് സൈഡും വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ ക്യാഷ് നമുക്ക് പലപ്പോഴും ഇവിടെ കുറേ ബംഗാളികളൊക്കെ ഉണ്ടായിരിക്കും, അല്ലെന്നുണ്ടെങ്കിൽ കുറച്ച് വർക്കേഴ്സ് ഉണ്ടായിരിക്കും. അപ്പോൾ ഇവർക്ക് ഈ പൈസ കൊടുക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ മുതലാളി എന്ന് പറയുന്ന ആൾ എന്താ ചെയ്യുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു മാനേജർ പയ്യനുണ്ടായിരിക്കും, ഒരു സൂപ്പർവൈസർ ആയിട്ടുള്ളൊരു ചെറിയ പയ്യനുണ്ടായിരിക്കും, ഒരു 10-25 വയസ്സുള്ളൊരു പയ്യൻ അവനുണ്ടായിരിക്കും. അപ്പോൾ ഇവൻ്റെ കയ്യിൽ കൊടുക്കുന്നു ഈ ക്യാഷ്. ഇവൻ എന്താ ചെയ്യുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ, നോർമലി ഇവൻ്റെ ബാങ്ക് അക്കൗണ്ടിലേക്ക് പൈസ ഡെപ്പോസിറ്റ് ചെയ്യുന്നു. എന്നിട്ട് പല ആളുകൾക്ക് ചിലപ്പോൾ ഗൂഗിൾ പേ ഒക്കെ ചെയ്ത് കൊടുക്കുന്നു. അപ്പോൾ ഇങ്ങനെയുള്ളൊരു സെനാരിയോയിലും ക്യാഷ് ഡെപ്പോസിറ്റുകൾ കാണുന്നുണ്ട്. ഇപ്പോൾ ഒരു ബിസിനസ് ട്രാൻസാക്ഷനായിട്ട് റിലേറ്റഡ് ആയിട്ട് നമ്മൾ ക്യാഷ് ഡെപ്പോസിറ്റ് കാണുന്നുണ്ട്. അപ്പോൾ പലപ്പോഴും ഒരു ബിസിനസ് ട്രാൻസാക്ഷനായിട്ട് റിലേറ്റഡ് ആയിട്ട് ഇതുപോലെ മറ്റ് പല ബിസിനസ്സുകളിലും ക്യാഷ് വരുന്നു, സബ്സിക്വൻ്റ്ലി ക്യാഷ് ഡെപ്പോസിറ്റ് ചെയ്യുന്നു. പക്ഷേ പലപ്പോഴും പെട്ടുപോകുന്നത് ഈ ബിസിനസ് ചെയ്യുന്ന ആളുകളായിരിക്കില്ല. ചിലപ്പോൾ അതിൻ്റെ ഒരു സബ് ലൈനിൽ നിൽക്കുന്ന ആളുകളായിരിക്കും ചിലപ്പോൾ ഈ ക്യാഷ് ഡെപ്പോസിറ്റൊക്കെ അവരവരുടെ അക്കൗണ്ടിലേക്ക് ഇടുന്നത്. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ, ഈ സെനാരിയോസ്, ഇപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ലാൻഡ് സെയിലായിട്ട് ബന്ധപ്പെട്ടിട്ട്, അല്ലെങ്കിൽ ഹുണ്ടിയായിട്ട് ബന്ധപ്പെട്ടിട്ട്, ബിസിനസ് ട്രാൻസാക്ഷനുമായിട്ട് ബന്ധപ്പെട്ടിട്ട്, ഇനി അതല്ല ചിലപ്പോൾ നിങ്ങൾക്ക് കടം കൊടുത്ത പൈസയൊക്കെ ഉണ്ടായിരിക്കാം. ചിലപ്പോൾ 5-6 വർഷം മുമ്പ് അല്ലെങ്കിൽ കുറച്ച് നാൾ മുമ്പ് കടം കൊടുത്ത പൈസ ചിലപ്പോൾ 3-4 ലക്ഷം രൂപ ചിലപ്പോൾ ക്യാഷൊക്കെ ആയിട്ട് തിരിച്ച് കിട്ടിയിട്ടുണ്ടായിരിക്കും. അല്ലെങ്കിൽ നിങ്ങളുടെ വണ്ടിയൊക്കെ വിൽക്കുമ്പോൾ, ഇപ്പോൾ ചിലപ്പോൾ നിങ്ങളുടെ യൂസ്ഡ് കാർ, നിങ്ങളുടെ വീട്ടിലുള്ളൊരു കാർ വിൽക്കുകയാണ്, ചിലപ്പോൾ 3-4 ലക്ഷം രൂപയ്ക്ക് ചിലപ്പോൾ ക്യാഷ് ആയിട്ടായിരിക്കും കിട്ടുന്നത്. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് ഈ ക്യാഷ് നമ്മളിപ്പോൾ ഈ ഡിസ്കസ് ചെയ്തതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഓൾമോസ്റ്റ് ഒരു 90% സെനാരിയോയിലും ക്യാഷ് ഡെപ്പോസിറ്റ് വരുന്ന കാരണങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. ഇതല്ലാതെയും വളരെ റെയർ ആയിട്ടുള്ള ബാക്കി കാര്യങ്ങളും ഉണ്ടായിരിക്കാം. അപ്പോൾ ഇതൊക്കെയാണ് ക്യാഷ് ഡെപ്പോസിറ്റിൻ്റെ റീസൺസ്. അപ്പോൾ ഇനി നമുക്ക് എന്താണ് സംഭവിക്കുന്നത്, നിങ്ങൾക്ക് നോട്ടീസ് വരാൻ സാധ്യതയുണ്ടോ എന്ന് നമുക്ക് ഇനി നോക്കാം. അപ്പോൾ നമ്മൾ ഇനി നോക്കുന്നത്, നിങ്ങൾ ഇതുപോലെയൊക്കെയുള്ള ഒരുപാട് ട്രാൻസാക്ഷൻസ് ഒക്കെ നടത്തിയിട്ടുണ്ട്. അതായത് നിങ്ങൾ ബിസിനസ് ചെയ്തു, അല്ലാന്നുണ്ടെങ്കിൽ ലാൻഡ് സെയിലൊക്കെ വിട്ടു, അത്യാവശ്യം നല്ല ക്യാഷൊക്കെ നിങ്ങൾക്ക് കിട്ടി. അപ്പോൾ ഇതൊക്കെ കൊണ്ട് ബാങ്കിൽ ഇട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നോട്ടീസ് വരാനായിട്ട് സാധ്യതയുണ്ടോ എന്നാണ് നമ്മൾ ഇനി നോക്കുന്നത്. അപ്പോൾ ഇൻകം ടാക്സുകാർ പല സ്ഥലങ്ങളിൽ നിന്നും ഇതുപോലെ ഇൻഫർമേഷൻസ് എടുക്കുന്നുണ്ട്. അപ്പോൾ ബാങ്കിൽ നിന്ന് നിങ്ങൾ പലപ്പോഴായിട്ട് ക്യാഷ് ഡെപ്പോസിറ്റ് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഒരു ഫിനാൻഷ്യൽ ഇയറിൽ അതായത് ഒരു ഫിനാൻഷ്യൽ ഇയറിൽ നിങ്ങൾ പലപ്പോഴായിട്ട് 10 ലക്ഷം രൂപയിൽ കൂടുതൽ ക്യാഷായിട്ട് ഡെപ്പോസിറ്റ് ചെയ്തിട്ടുണ്ട് എന്ന് കരുതും. അതായത് പലപ്പോഴായിട്ട് കേട്ടോ, അതായത് ഒറ്റയടിക്ക് 10 ലക്ഷം രൂപയൊന്നും ഇടണമെന്നൊന്നുമില്ല. അപ്പോൾ നിങ്ങൾ ചിലപ്പോൾ 2 ലക്ഷം രൂപയോ ഇട്ടുണ്ടാവുക, അല്ലെങ്കിൽ ചിലപ്പോൾ കുറച്ച് കഴിയുമ്പോൾ 3 ലക്ഷം രൂപ ഇടും. അങ്ങനെ ഒരു ഫിനാൻഷ്യൽ ഇയറിൽ പലപ്പോഴായിട്ട് നിങ്ങൾ 10 ലക്ഷം രൂപയിൽ കൂടുതൽ ക്യാഷായിട്ട് ഡെപ്പോസിറ്റ് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ബാങ്കിൽ നിന്ന് ഈ ഒരു ഇൻഫർമേഷൻ ഇൻകം ടാക്സിലേക്ക് പോകും. ഡെഫിനറ്റായിട്ട് ബാങ്കുകാർ, അതായത് ഈ ഒരു ഇൻഫർമേഷൻ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഡെഫിനറ്റായിട്ട് ഇൻകം ടാക്സിൽ നിന്ന് നിങ്ങൾക്ക് നോട്ടീസ് വരും. അപ്പോൾ ചിന്തിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, നിങ്ങൾക്ക് ഒരു ഫിനാൻഷ്യൽ ഇയറിൽ 10 ലക്ഷം രൂപയിൽ കൂടുതൽ ക്യാഷായിട്ട് നിങ്ങൾ ഡെപ്പോസിറ്റ് ചെയ്തിട്ടുണ്ടോ എന്നൊന്ന് ചെക്ക് ചെയ്ത് നോക്കുക. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇൻകം ടാക്സ് നോട്ടീസ് വന്നിരിക്കും. ഇപ്പോൾ ഇനി അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, നിങ്ങൾ ബൾക്കായിട്ടൊക്കെ ക്യാഷ് നിങ്ങൾ ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്തു, നിങ്ങൾക്ക് നോട്ടീസ് വന്നു. അതായത് 10 ലക്ഷം രൂപയിൽ കൂടുതലുണ്ടെങ്കിൽ നോട്ടീസ് വരുമെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ നിങ്ങൾക്ക് നോട്ടീസ് വന്നു. അപ്പോൾ ആ സിറ്റുവേഷനിൽ നിങ്ങൾ ഇനി ടാക്സ് അടയ്ക്കേണ്ടതുണ്ടോ എന്നുള്ളതാണ് നമ്മൾ അടുത്തതായിട്ട് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഈ ടാക്സ് അടയ്ക്കേണ്ടതുണ്ടോ എന്ന് പറയുമ്പോഴേ അവിടെ ഒരു കാര്യം വരുന്നത്, നിങ്ങൾക്ക് ഈ വരുമാനം ഉണ്ടല്ലോ, അതായത് നിങ്ങൾക്ക് ഈ പൈസ കിട്ടി, ഈ പൈസ നിങ്ങൾ ബാങ്കിലിട്ടു, ഇത് എന്താണ് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. അതായത് ഇത് നിങ്ങളുടെ ഒരു വരുമാനമാണോ എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ നിങ്ങളുടെ ഒരു വരുമാനവുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾ എന്ത് ചെയ്യേണ്ടി വരും, നിങ്ങൾ ടാക്സ് അടയ്ക്കേണ്ടതായിട്ട് വരും. ഇപ്പോൾ ഉദാഹരണത്തിന് നിങ്ങളുടെ ഒരു ലാൻഡ് സെയിലായിട്ട് ബന്ധപ്പെട്ടിട്ട്, ഇപ്പോൾ നമ്മൾ ഒരു സെനാരിയോ ലാൻഡ് സെയിലാണല്ലോ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമ്മൾ നേരത്തെ മാറ്ററിൽ 1 കോടി രൂപയുടെ ഒരു ലാൻഡ് സെയിൽ ഡോക്യുമെൻറ്റിൽ കാണിച്ചിട്ടുണ്ട്, 50 ലക്ഷം രൂപ ക്യാഷ് ഡെപ്പോസിറ്റാണ്. അപ്പോൾ ഡെഫിനറ്റ്ലി അതെന്താണ്, അതൊരു ലാൻഡ് സെയിലാണ്. അപ്പോൾ ലാൻഡ് സെയിലൊക്കെ നടക്കുമ്പോൾ എന്തുണ്ടാവും, അവിടെ നിങ്ങൾക്കൊരു ക്യാപിറ്റൽ ഗെയിൻ ഉണ്ടാവും. അപ്പോൾ അതിന് ടാക്സ് അടയ്ക്കേണ്ടതായിട്ട് വരും. അപ്പോൾ ഇതുപോലെയുള്ള ക്യാഷ് ഡെപ്പോസിറ്റുമായിട്ട് ബന്ധപ്പെട്ടിട്ട് നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും, അപ്പോൾ ടാക്സ് അടയ്ക്കേണ്ടതായിട്ട് വരാനായിട്ട് സാധ്യതയുണ്ട്. അതായത് നിങ്ങളുടെ ഒരു വരുമാനവുമായി ബന്ധപ്പെട്ടിട്ടാണ് നിങ്ങൾ ഈ ക്യാഷ് ഡെപ്പോസിറ്റ് ചെയ്തിരിക്കുന്നതെങ്കിൽ നിങ്ങൾ ടാക്സ് അടയ്ക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഇനി ഇപ്പുറത്ത് വേറൊരു സെനാരിയോ നോക്കാം. നമ്മൾ ബിസിനസ്സായിട്ട് പറഞ്ഞിരുന്നല്ലോ, അതായത് ഇപ്പോൾ നേരത്തെ കോൺട്രാക്ടറുടെ ഏരിയയിൽ നമ്മളൊരു ബിസിനസ്സിൻ്റെ ഇത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ നമ്മുടെ മണി ട്രാൻസ്ഫറുകാരുടെ, അതൊക്കെ ഒരു ബിസിനസ്സായിട്ടാണല്ലോ വരുന്നത്. അപ്പോൾ ആ ബിസിനസ്സായിട്ട് വരുമ്പോൾ ഇതിൽ കുറച്ചും കൂടിയും ഒരു കൺവീനിയൻസ് ഉണ്ടെന്ന് പറയും. അതായത് ഇതൊരു ബിസിനസ്സിൻ്റെ ടേൺ ഓവറായിട്ട് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ കാണിക്കാനായിട്ട് പറ്റും. നാച്ചുറലി ഇതൊരു ബിസിനസ്സിൻ്റെ ടേൺ ഓവർ തന്നെയാണ്.
അപ്പോൾ ഈ ബിസിനസ്സിൻ്റെ ടേൺ ഓവറായിട്ട് കാണിച്ചുകൊണ്ട് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇൻകം ടാക്സ് റിട്ടേണിൽ അത് കാണിക്കാം, അത് ഫയൽ ചെയ്യാം. അപ്പോൾ അവിടെയും ഒരു ടാക്സ് അടയ്ക്കാനുള്ള സാധ്യത വരാനായിട്ട് വളരെ കൂടുതലാണ്. അപ്പോൾ ബിസിനസ്സായിട്ട് കാണിക്കുമ്പോൾ ഒരു ഓപ്ഷൻ ഉള്ളതെന്ന് പറയുന്നത് നമുക്കൊരു പ്രിസംപ്റ്റീവ് ടാക്സേഷനിലൊക്കെ പോകാനായിട്ട് പറ്റും. ഇപ്പോൾ 1 കോടി അല്ലെങ്കിൽ 2 കോടിയൊക്കെ ആണെന്നുണ്ടെങ്കിൽ അതൊരു ടാക്സ് വളരെ കുറച്ച് അടയ്ക്കാനായിട്ടുള്ളൊരു പോസിബിലിറ്റി ബിസിനസ്സിൻ്റെ കേസിലുണ്ട്. പക്ഷേ അപ്പുറത്തെ സൈഡിൽ ഇപ്പോൾ ലാൻഡ് സെയിലാണ്. അപ്പോൾ അവിടെയൊക്കെ നമുക്ക് ഇത്തിരി ബുദ്ധിമുട്ടാണ്. ഇത് നമ്മളൊരു ഒരു ഇല്ലീഗൽ ട്രാൻസാക്ഷൻ പോലെയാണല്ലോ നടത്തിയേക്കുന്നത്. അപ്പോൾ അവിടെയൊക്കെ ഇത് പ്രൂവ് ചെയ്യാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടാണ്. ഇപ്പോൾ ഈ ഹവാല അല്ലെങ്കിൽ നമ്മൾ ഹുണ്ടി ഇടപാടുകളൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇത് നമ്മൾ അങ്ങനെ ഒരു ഇല്ലീഗൽ ട്രാൻസ്ഫർ ചെയ്തു എന്ന് നമുക്ക് ഇൻകം ടാക്സ്കാരുടെ അടുത്ത് പറയാനായിട്ട് ബുദ്ധിമുട്ടുണ്ടല്ലോ. ഇൻകം ടാക്സിൽ അത് പ്രശ്നമല്ല. പക്ഷേ അത് ഫോറിൻ എക്സ്ചേഞ്ച് മാനേജ്മെൻറ്റ് ആക്ട് ഉണ്ടല്ലോ, ഫെമ പ്രകാരം വലിയൊരു കുറ്റമാണത്. ചിലപ്പോൾ ഈക്വൽ എമൗണ്ടൊക്കെ ചിലപ്പോൾ നിങ്ങൾക്ക് പെനാൽറ്റി അടയ്ക്കേണ്ടതായിട്ട് വരും. അപ്പോൾ നമ്മളിപ്പോൾ പറഞ്ഞു വരുന്നൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ടാക്സ് അടയ്ക്കേണ്ടതുണ്ടോ എന്ന് നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ നിങ്ങൾ ഏത് നേച്ചർ ഓഫ് ട്രാൻസാക്ഷനുമായിട്ടാണ് ഈ ക്യാഷ് ഡെപ്പോസിറ്റ് വന്നിരിക്കുന്നത് എന്നുള്ളതാണ് അതിൽ ക്വസ്റ്റ്യൻ. അപ്പോൾ നിങ്ങൾക്ക് വരുമാനവുമായി ബന്ധപ്പെട്ടിട്ടാണ് വന്നതെങ്കിൽ എന്തായാലും ഡെഫിനറ്റായിട്ടും നിങ്ങൾ ടാക്സ് അടയ്ക്കേണ്ടതായിട്ട് വരും. ഇനി അതല്ല വരുമാനമല്ല എന്ന് വിചാരിക്കും, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അടുത്ത സിറ്റുവേഷനിലേക്ക് പോകാം. നമുക്ക് നിങ്ങളൊരാൾക്ക് കടം കൊടുത്തു, ഈ കടം കൊടുത്ത പൈസ തിരിച്ച് കിട്ടി എന്ന് പറയുന്നത് അതിൻ്റെ ഒരു വരുമാനം എന്നൊന്നും പറയാൻ പറ്റില്ല. പക്ഷേ അവിടെ വേറൊരു മാറ്റർ ഉള്ളതെന്ന് പറയുന്നത് നമ്മുടെ ഇൻകം ടാക്സ് ആക്ടിൽ സെക്ഷൻ 269SS അല്ലെങ്കിൽ 269T എന്നുള്ളൊരു സെക്ഷൻ പ്രകാരം നമുക്ക് കടം കൊടുക്കുമ്പോൾ, അതായത് നമ്മൾ കടം കൊടുക്കുക, കടം വാങ്ങിക്കുക, കടം തിരിച്ചു കൊടുക്കുക, ഈ ഒരു ഇടപാടിൻ്റെ ലിമിറ്റ് എന്ന് പറയുന്നത്, ക്യാഷിൻ്റെ ലിമിറ്റ് എന്ന് പറയുന്നത് 20,000 രൂപ മാത്രമാണ്. അപ്പോൾ അതിൽ കൂടുതലുണ്ടെന്നുണ്ടെങ്കിൽ അതൊരു ബാങ്കിങ് ചാനലിലൂടെ മാത്രം നടത്തണമെന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ ഉദാഹരണത്തിന് നിങ്ങൾക്കൊരു 5 ലക്ഷം രൂപ നിങ്ങൾ ക്യാഷ് ആയിട്ട് ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്തു. അപ്പോൾ ഒരു നോട്ടീസ് വരുന്നു, നിങ്ങൾ ഇത് കടം കൊടുത്ത പൈസ തിരിച്ച് കിട്ടിയതാണ് എന്ന് നിങ്ങൾക്ക് പറയാനായിട്ട് പറ്റില്ല. എന്താ ബുദ്ധിമുട്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് ഈക്വൽ എമൗണ്ട് പെനാൽറ്റിയാണ്. കാരണം നിങ്ങൾ അവിടെ ഒരു വയലേഷനാണ് ചെയ്തിരിക്കുന്നത്. 269SS അല്ലെങ്കിൽ 269ST വയലേഷനാണ് നിങ്ങളവിടെ ചെയ്തിരിക്കുന്നത്. അപ്പോൾ അത് ഈക്വൽ എമൗണ്ട് പെനാൽറ്റി ആയിട്ട് വരാനായിട്ട് സാധ്യതയുണ്ട്. ഇനി അത് മാത്രമല്ല, ഇനി നിങ്ങൾക്ക് ഒരു ഗിഫ്റ്റ് ആയിട്ടാണ് കിട്ടിയത് എന്ന് കരുതൂ. അതായത് നിങ്ങൾക്കൊരു 5 ലക്ഷം രൂപ നിങ്ങൾക്ക് ഡെപ്പോസിറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ പറയുകയാണ് ഇത് ഗിഫ്റ്റായിട്ട് കിട്ടിയതാണ്, റിലേറ്റീവ്സിൻ്റെ കയ്യിൽ നിന്ന് ഗിഫ്റ്റായിട്ട് കിട്ടിയതാണ്. അപ്പോൾ റിലേറ്റീവ്സിൻ്റെ കയ്യിൽ നിന്ന് ഗിഫ്റ്റ് കിട്ടി കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് എക്സംപ്റ്റഡ് ആണ്, അതിന് നിങ്ങൾ ടാക്സ് അടയ്ക്കേണ്ട. പക്ഷേ അവിടെ വേറെ ഒരു പ്രശ്നമുള്ളതെന്ന് പറയുന്നത് അവിടെ വീണ്ടും 2 ലക്ഷം രൂപയിൽ കൂടുതലുള്ള ക്യാഷ് ട്രാൻസാക്ഷൻസ് ഒക്കെ ഇൻകം ടാക്സുകാർ ബാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ 2 ലക്ഷം രൂപയിൽ കൂടുതലാണെന്നുണ്ടെങ്കിൽ അതും ബാങ്കിൽ കൂടെ തന്നെ ചെയ്യണമെന്നുണ്ട്, ബാങ്കിങ് ചാനലിലൂടെ ചെയ്യണമെന്നുണ്ട്. അപ്പോൾ അവിടെയും നിങ്ങൾക്ക് ആ ഒരു കാര്യം പറയാനായിട്ട് പറ്റില്ല. നിങ്ങൾക്ക് ഗിഫ്റ്റ് കിട്ടിയതാണ് 5 ലക്ഷം രൂപ അല്ലെങ്കിൽ 10 ലക്ഷം രൂപ 20 ലക്ഷം രൂപയ്ക്ക് ഗിഫ്റ്റായിട്ട് കിട്ടിയതാണ്, അതാണ് നമ്മൾ ഈ കൊണ്ട് ബാങ്കിലിട്ടതെന്നും പറയാനായിട്ട് പറ്റില്ല. അപ്പോൾ അവിടെയും 269ST പ്രകാരം അതൊരു വയലേഷനാണ്. അപ്പോൾ ഇത് ഏതാണ്ട് കടലിനും ചെകുത്താനും ഇടയിൽ പെട്ടു എന്ന് പറയുന്ന ഒരു അവസ്ഥയാണ് ഈ ക്യാഷ് ഡെപ്പോസിറ്റുമായിട്ട് ബന്ധപ്പെട്ടിട്ട് വരുന്നത്. അപ്പോൾ ഇതിൽ ടാക്സ് അടയ്ക്കാതിരിക്കാനും നിങ്ങൾക്ക് പലപ്പോഴും നിവൃത്തി ഉണ്ടായിരിക്കില്ല. അതായത് നിങ്ങളുടെ ആ ട്രാൻസാക്ഷൻ അനുസരിച്ചിട്ട് ചിലപ്പോൾ പലപ്പോഴും നിങ്ങൾ ടാക്സ് അടയ്ക്കേണ്ടതായിട്ട് വരാനായിട്ട് സാധ്യതയുണ്ട്. അപ്പോൾ നമ്മൾ ഫൈനലി ഡിസ്കസ് ചെയ്യുന്നത് നിങ്ങൾക്ക് നോട്ടീസ് വരുന്നു അല്ലെങ്കിൽ നിങ്ങൾ ടാക്സ് അടയ്ക്കേണ്ടതായിട്ട് വരുന്നു, ഇങ്ങനൊരു സിറ്റുവേഷനിലേക്കൊക്കെ നിങ്ങൾ കടന്നു പോകുന്നു. അപ്പോൾ ഇതൊക്കെ ഒഴിവാക്കാനായിട്ട് നമ്മൾ എന്ത് ചെയ്യും? അതായത് ബേസിക്കലി നിങ്ങൾ ക്യാഷ് ഡെപ്പോസിറ്റ് ചെയ്താൽ നിങ്ങൾക്ക് എന്ത് വരും? നിങ്ങൾക്കൊരു നോട്ടീസ് വരും. അപ്പോൾ ഈ നോട്ടീസ് വരുന്നത് ഒഴിവാക്കാനായിട്ട് നിങ്ങൾ എന്ത് ചെയ്യും എന്നുള്ളതാണ് നമ്മൾ ആദ്യം ഡിസ്കസ് ചെയ്യുന്നത്. കാരണം നോട്ടീസ് നിങ്ങൾക്ക് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ കുറച്ചൊരു പൊല്ലാപ്പാണ്, അല്ലെങ്കിൽ അതിൻ്റെ പിന്നാലെ തലവേദന എടുത്ത് നിങ്ങൾ പോകേണ്ടതായിട്ട് വരും. അപ്പോൾ അതെങ്ങനെ ഒഴിവാക്കാം എന്നാണ് നമ്മൾ ഇനി ഡിസ്കസ് ചെയ്യുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നല്ലോ, ഇപ്പോൾ ലാൻഡ് ട്രാൻസാക്ഷനുമായിട്ട് നമ്മൾ ഈ ഓരോ ട്രാൻസാക്ഷനായിട്ട് നമുക്കൊന്ന് അനലൈസ് ചെയ്ത് നോക്കാം. നിങ്ങളൊരു ലാൻഡ് ട്രാൻസാക്ഷനായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് നിങ്ങൾ ക്യാഷ് ഡെപ്പോസിറ്റ് ചെയ്തിരുന്നെങ്കിൽ നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത്? നിങ്ങൾ ആ ഒരു പ്രോപ്പർട്ടി ട്രാൻസാക്ഷൻ ഉണ്ടല്ലോ, ആ ഒരു പ്രോപ്പർട്ടി ട്രാൻസാക്ഷൻ നിങ്ങൾ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് പറ്റുകയാണെന്നുണ്ടെങ്കിൽ ഫുൾ എമൗണ്ടും കാണിച്ചുകൊണ്ട്, നിങ്ങൾക്ക് ചിലപ്പോൾ ക്യാഷായിട്ട് കിട്ടിയിട്ടുണ്ടായിരിക്കും, എന്നാലും നിങ്ങൾ ഫുൾ എമൗണ്ട് കാണിച്ചുകൊണ്ട് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇൻകം ടാക്സ് റിട്ടേണിൽ നിങ്ങൾക്ക് കാണിക്കാം. അതായത് ഇപ്പോൾ 1.5 കോടി രൂപ നമുക്ക് സ്ഥലം വിറ്റിട്ട് കിട്ടിയ പൈസയാണ് എന്ന് കാണിച്ചുകൊണ്ട് നിങ്ങൾ റിട്ടേൺ ഫയൽ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, പലപ്പോഴും നിങ്ങളൊരു ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നോട്ടീസ് വരാനുള്ള സാധ്യത വളരെ കുറവാണ്. ഇപ്പോൾ അതുപോലെ തന്നെ നമ്മൾ നേരത്തെ ഒരുപാട് ബിസിനസ് ട്രാൻസാക്ഷനുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഒരുപാട് ക്യാഷ് ഡെപ്പോസിറ്റ്സുകൾ കണ്ടിരുന്നല്ലോ. ഇപ്പോൾ കോൺട്രാക്ട് ബിസിനസ് അല്ലാന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഈ ക്യാഷ്, ഇപ്പോൾ ബംഗാളികളുടെ കയ്യിൽ നിന്ന് ക്യാഷ് വാങ്ങിക്കുന്നത്, അതായത് നമ്മളൊരു മൊബൈൽ ഷോപ്പ് കടയിൽ ക്യാഷ് വാങ്ങിക്കുന്നത്, ഇതുപോലെയുള്ള ഒരു ബിസിനസ് ട്രാൻസാക്ഷനുമായിട്ട് ബന്ധപ്പെട്ടിട്ട് നിങ്ങൾ ഒരുപാട് ക്യാഷ് ഡെപ്പോസിറ്റ് നിങ്ങൾക്ക് വന്നിട്ടുണ്ട് എന്ന് കരുതും. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക? നിങ്ങളൊരു ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യുക. ഓൾമോസ്റ്റ് പ്രശ്നങ്ങളൊക്കെ അവിടെ തീർന്നിരിക്കും. അതായത് നിങ്ങളൊരു ഇൻകം ടാക്സ് റിട്ടേൺ നിങ്ങൾ ഫയൽ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നോട്ടീസ് വരാനുള്ള സാധ്യത വളരെ കുറവാണ്. അപ്പോൾ നമ്മൾ വളരെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ ഈ ക്യാഷ് ഡെപ്പോസിറ്റുമായിട്ട് ബന്ധപ്പെട്ടിട്ട്, അതായത് നിങ്ങളൊരു ബാങ്കിൽ ക്യാഷ് ഡെപ്പോസിറ്റ് ചെയ്യുമ്പോൾ അതിൻ്റെ സോഴ്സ് കാണിക്കേണ്ടതുണ്ടോ, നിങ്ങൾക്ക് ഇൻകം ടാക്സ് നോട്ടീസ് വരാൻ സാധ്യതയുണ്ടോ, എത്ര രൂപ ടാക്സ് അടയ്ക്കേണ്ടതായിട്ട് വരും,
ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ വളരെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഇതിൽ ഏറ്റവും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, നിങ്ങൾക്ക് ഒരു ക്യാഷ് ഡെപ്പോസിറ്റ് ഉണ്ട്. ഇപ്പോൾ ഉദാഹരണത്തിന് നിങ്ങൾക്ക് 40,00,000 രൂപയുടെ ക്യാഷ് ഡെപ്പോസിറ്റ് ഉണ്ട് എന്ന് കരുതും. ഇതിന് നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റിയില്ല എന്ന് വിചാരിക്കും. അതായത് എന്താണ് ഈ കഥ, അതായത് എന്ത് ആണ് സംഭവം നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റിയിട്ടില്ലെങ്കിൽ വലിയ ഒരു എമൗണ്ട് നിങ്ങൾക്ക് ടാക്സ് ആയിട്ട് വരും. ടാക്സും പെനാൽറ്റി ഒരു പക്ഷേ ചിലപ്പോൾ ഏകദേശം ആ 40,00,000 രൂപയുടെ അടുത്ത് തന്നെ ചിലപ്പോൾ നിങ്ങൾക്ക് ടാക്സും പെനാൽറ്റിയൊക്കെ ആയിട്ട് വരാനായിട്ട് സാധ്യതയുണ്ട്. അപ്പോൾ ഈ കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ എത്ര രൂപ ടാക്സ് അടയ്ക്കേണ്ടി വരും എന്നുള്ളത് നിങ്ങളുടെ ബിസിനസ് നേച്ചർ അനുസരിച്ച്, നിങ്ങളുടെ ഒരു നേച്ചർ അനുസരിച്ചിരിക്കും. ഇനിയിപ്പോൾ നിങ്ങൾ ഒരു എക്സ്പ്ലനേഷനും കൊടുത്തിട്ടില്ലെങ്കിൽ വലിയൊരു എമൗണ്ട് ടാക്സ് അടയ്ക്കേണ്ടതായിട്ട് വരും. അപ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, പരമാവധി ക്യാഷ് ഇടപാടുകൾ ഒഴിവാക്കാനായിട്ട് നോക്കുക. ഇനി എങ്ങാനും നിങ്ങൾക്ക് ക്യാഷ് ഇടപാടുകൾ വരികയാണെന്നുണ്ടെങ്കിൽ, അതൊരു ബിസിനസ് ട്രാൻസാക്ഷൻ ആണെന്നുണ്ടെങ്കിൽ, അത് നിങ്ങൾ ഒരു ഇൻകം ടാക്സ് റിട്ടേണിൽ കാണിച്ചുകൊണ്ട്, നിങ്ങൾ ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ആ ഒരു നോട്ടീസ് വരുന്നത് ഒഴിവാക്കാനായിട്ട് സാധിക്കും. അപ്പോൾ വളരെ ഡീറ്റെയിൽ ആയിട്ടുള്ള നമ്മൾ ഈ കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. മലയാളത്തിൽ ഇൻകം ടാക്സുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ പേഴ്സണൽ ഫിനാൻസുമായിട്ട് ബന്ധപ്പെട്ട് ഏറ്റവും കൂടുതൽ വീഡിയോസ് ഉള്ളത് നമ്മുടെ ചാനലിലാണ്. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി നമ്മൾ ഈ ഡിസ്കസ് ചെയ്തതുമായി ബന്ധപ്പെട്ടിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായങ്ങളോ സംശയങ്ങളോ ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. നമ്മുടെ ചാനലിൻ്റെ വാട്സപ്പ് നമ്പർ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് അതിലേക്ക് മെസ്സേജ് അയക്കാം. വീഡിയോ യൂസ്ഫുൾ ആയി എന്നാണ് കരുതുന്നത്. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.